നമ്മളൊരു ഒരു വേറൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഇതെന്താണ് എന്ന് ഒരു വ്യൂവറിനെ ആദ്യം രജിസ്റ്റർ ചെയ്യാൻ 2-3 സെക്കൻഡ്സ് എടുക്കും. പിന്നെ ആ വ്യൂവറിനെ ആ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സിലേക്ക് അതിനെ മെർജ് ചെയ്യിക്കുക അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡ് ചെയ്യിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഒരു കഴിയുമ്പോൾ നമ്മളെ കോൺസെപ്റ്റ് അംഗീകരിക്കപ്പെടും. അങ്ങനെ അത് കഴിയുമ്പോൾ വ്യൂവറിൻ്റെ ഉള്ളിൽ കാണുന്ന ആഡ് കാണുന്ന അല്ലെങ്കിൽ ടി വിയിലാണെന്നുണ്ടെങ്കിലും സ്ക്രീനിലാണെന്നുണ്ടെങ്കിലും കാണുന്ന ആളുടെ മനസ്സിൽ അല്ലെങ്കിൽ മുഖത്തൊരു പുഞ്ചിരി വരും. കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ആ ബ്രാൻഡിൻ്റെ റീകോൾ വാല്യൂ ഉണ്ടാവും. റീകോൾ വാല്യൂ പറയുമ്പോൾ ജസ്റ്റ് അത് ആ ഓർമ്മ ഉണ്ടാവും. ഇന്ന ആഡ് ഇങ്ങനെ കണ്ടൊരു ഓർമ്മയുണ്ട്, അതുണ്ടാവും. മറ്റേതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് കാണുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭംഗിയല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് കാണിക്കുമ്പോൾ ഒട്ടുമിക്ക എല്ലാ ആഡ്സും അങ്ങനെയല്ലേ കാണുമ്പോൾ. ഇപ്പോൾ അപ്പാരൽസ് ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെയാണെന്നെങ്കിലും അതിൻ്റെ ആ പിന്നെ എന്താ പറയുക ബ്യൂട്ടി അല്ലെങ്കിൽ ഇത്തരം കാണിക്കുക അലോങ് വിത്ത് മോഡലിൻ്റെ അല്ലേ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ കുറേ ആഡ്സ് അതേപോലെ ഉണ്ടാകുമ്പോൾ ഒരു ക്ലട്ടർ ബ്രേക്കറായിട്ട് തോന്നാൻ സാധ്യത കുറവാണ്. അപ്പോൾ അല്ലെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യില്ല, അപ്പോഴേക്ക് വേറെ ആഡ് വരും. ഇത്തരം ആഡ്സ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രസകരമായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. അതോടൊപ്പം തന്നെ അത് ആഡ് എൻ്റെ ഒരു 50-50 ചാൻസാണ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ. അത് അപ്രൂവ് ആവുമോ അല്ലെങ്കിൽ ഇത് നമ്മൾ വിചാരിച്ച രീതിയിലാവുമോ, അല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും വരെ പഠിച്ച് പറ്റുമോ. ഷൂട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു 50% മാത്രമേ ആവുന്നുള്ളൂ. അതിനുശേഷം വരുന്ന പ്രീ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എഡിറ്റിംഗ് ടേബിളിൽ എങ്ങനെയൊക്കെയാണ് അതിനെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണ് കോൺസെപ്റ്റിനെ ഒരു സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒബ്വിയസ്ലി ഇപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആഡ് ഫിലിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റിൻ്റെ സാധ്യത എന്ന് പറയുന്നത് വളരെ ക്രിസ്പാണ്. ഒരു ത്രൂ ഔട്ട് ഡയലോഗ്സും കുറേ ഒന്നും ഉണ്ടാവില്ല. അവിടെ ഒരു ആസ് എ ഡയറക്ടർ അല്ലെങ്കിൽ ആസ് എ നമ്മളെങ്ങനെ കൺസീവ് ചെയ്ത് വെച്ചാൽ അവിടെ കുറേ സൈലൻസ്, അൺസെറ്റ് വേർഡ്സ് ഉണ്ടാവും. അൺസെറ്റ് വേർഡ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ജസ്റ്റേഴ്സ്, ചില നോഷൻസ് അല്ലെങ്കിൽ ചില മൂവ്മെൻറ്റ്സ്, ചിലത് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുള്ള സംഭവങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെറ്റഫേഴ്സ് വെച്ചിട്ട് പാൻ ചെയ്യുന്നു. അതൊക്കെയാണ് ഇത് ബ്യൂട്ടിഫൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ചില ആഡ്സ് റെഫർ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇവിടെ പിന്നെ നമ്മൾ മറ്റുള്ള കോപ്പിറൈറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്ന് വെച്ചാൽ ഏറ്റവും രസകരമായിട്ട് സംഭവം അൺസെഡ് വേർഡ്സാണ്. എന്ന് വെച്ചാൽ ആ ഡയലോഗ് പറയാതെ തന്നെ അവരുടെ ക്ലോസപ്പിലുള്ള എക്സ്പ്രഷൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ചില നോട്ടങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ അത്തരം സംഭവങ്ങൾ അത് വളരെ മനോഹരമായിട്ട് പിന്നെ ഇത് ചെയ്യാൻ പറ്റും.